പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 26 ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല തമ്പുരാന് നന്ദി പറയാം. ഈ പ്രഭാതം കാണാൻ സാധിക്കാതെ കഴിഞ്ഞ രാത്രിയിൽ മരണം മൂലം വേർപെട്ടു പോയവർക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനകളും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കാൻ ഇടവരുത്തുന്നതാകട്ടെ. ലൂക്കാ സുവിശേഷം 19 അധ്യായം 26 ധ്യാനിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്നും ഉള്ളതുപോലും എടുക്കപ്പെടും. ഓരോ പുതിയ പ്രഭാതവും നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നത് നാം അവിടുത്തെ പകരക്കാരായി ജീവിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും അവിടുന്ന് നമ്മിൽ നിക്ഷേപിച്ചിട്ടും നാം അവ എടുത്ത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അവയെല്ലാം പാഴായി പോവുകയല്ലേ. നമ്മുടെ കൈകാലുകൾ ദിവസങ്ങളോളം അനക്കാതെ വെച്ചാൽ പിന്നെ പെട്ടെന്ന് അവ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കാത്തതുപോലെ തന്നെയാണ് ദൈവകൃപകളുടെ കാര്യവും. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള കൃപകൾ തിരിച്ചറിഞ്ഞ് അവയെല്ലാം അങ്ങയെ നാമത്തിൽ എടുത്തുപയോഗിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.